നമസ്കാരം. കഴിഞ്ഞ കുറേ മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ഒരു വിവാദം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 24 ന്യൂസിൽ ടെലികാസ്റ്റ് ചെയ്ത രാഹുലിന്റെ അഭിമുഖമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരിക്കുന്നത്. ലൈംഗിക ആരോപണ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLAക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ MLAയുടെ അഭിമുഖം 24 ന്യൂസിൽ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ അഭിമുഖത്തിൽ രാഹുൽ തന്റെ ഭാഗത്തെ ന്യായങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നതും. അഭിമുഖം നടത്തിയത് ഹാഷ്മി താജ് ഇബ്രാഹിമും. ഈ അഭിമുഖം പുറത്തു വന്നതോടെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് 24 ന്യൂസിനും ഹാഷ്മിക്കുമെതിരായി നടക്കുന്നതും. അഭിമുഖത്തെ വിമർശിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത് അതിജീവിതകളോടുള്ള അനീതിയാണ്, PR വർക്കാണ്, രാഹുലിന്റെ ഇമേജ് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതെല്ലാം എന്നുമുള്ള വിമർശനങ്ങളും കാണാനാവും. സാമൂഹിക മാധ്യമങ്ങളിലാവട്ടെ ഈ വിഷയം ചേരിതിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. രാഹുലിനേക്കാൾ ഹാഷ്മിക്കും 24 ന്യൂസിനുമാണ് കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത്. മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ചിലരാകട്ടെ എത്തിക്സിനെ പറ്റിയാണ് ചാനലിനെ ഓർമ്മിപ്പിക്കുന്നത്. ബാർക്ക് റേറ്റിംഗിന് മാത്രമാണ് ചാനലിന്റെ ലക്ഷ്യമെന്നാണ് ഉയരുന്ന മറ്റൊരു പ്രധാന ആരോപണം. എന്തുകൊണ്ടാണ് പലരും ഇത്രത്തോളം രൂക്ഷമായി ഈ ഇന്റർവ്യൂവിനെ കടന്നാക്രമിക്കുന്നത് എന്നതിനും ചില കാരണങ്ങളുണ്ട്. 3 സ്ത്രീ പീഡന പരാതികളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണല്ലോ രാഹുൽ. അത്തരത്തിൽ ഒരാളെ ന്യായീകരിക്കാനും വെളുപ്പിച്ചെടുക്കാനുമായി അറേഞ്ച് ചെയ്തതാണ് 24ലെ അഭിമുഖം എന്നതാണ് ശക്തമായി ഉയരുന്ന ഒരു വിമർശനം. അതിജീവിതകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഉറക്ക പറയുകയും വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള അവതാരകനും ചാനലുമാണ് കുറ്റാരോപിതന്റെ അഭിമുഖം നടത്തിയിരിക്കുന്നത്. ഇതാണ് വിമർശനം ഇത്രമേൽ കടുക്കാനുള്ള ഒരു പ്രധാന കാരണം. മറ്റൊരു കാരണം എന്നത് രാഹുൽ താൻ തെറ്റുകാരനല്ല എന്ന് പറയുകയും പരാതിക്കാർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെ പറ്റി ഉയർന്ന ചോദ്യങ്ങളോട് കേസ് കോടതിക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയൊക്കെയാണ് പ്രയോഗിക്കുന്നത്. ഇതേ സമയം തന്നെ പരാതിക്കാരായ സ്ത്രീകളെയും അവരുടെ പരാതികളെയും നിഷേധിക്കുന്ന നിലപാടാണ് രാഹുൽ എടുക്കുന്നത്. ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ പൊതുവിൽ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഈ അഭിമുഖത്തിൽ മിസ്സിങ്ങുമാണ്. രാഹുലിന് പറയാനുള്ളതും ജനങ്ങൾ അറിയണം എന്നൊരു ന്യായം തീർച്ചയായും ഈ അഭിമുഖത്തെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ടാകും. ഒരു പക്ഷേ പല ന്യൂസ് ചാനലുകൾക്ക് മുന്നിലും തനിക്ക് പറയാനുള്ള ഒരു സ്പേസ് വേണമെന്ന ആവശ്യം രാഹുൽ ഉന്നയിച്ചിട്ടുമുണ്ടാകാം. അഭിമുഖം എത്തരത്തിലെല്ലാം തിരിച്ചടിയാകുമെന്ന ആശങ്ക മുൻനിർത്തി പല ചാനലുകളും ഇത്തരത്തിലൊരു അഭിമുഖം കൊടുക്കാനുള്ള സാധ്യതകളും കുറവാണ്. 24 അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം നൽകി എന്നതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങളൊക്കെ പറയാനും ഉണ്ടാവും. ക്രൂരമായ പെരുമാറ്റം എന്നതാണല്ലോ രാഹുലിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഗൗരവമുള്ള ഒരു ആരോപണം. ഇതിനെപ്പറ്റിയൊന്നും ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്നതും ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്ത ചോദ്യങ്ങളെ സമർത്ഥമായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി വിടുകയും ചെയ്യുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാമാണ് ഈ അഭിമുഖത്തെ പറ്റി ഏകപക്ഷീയമെന്ന് വിമർശകർ പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണവും. ഇത്ര നാളും അതിജീവിതകളെയും അവരെ അനുകൂലിക്കുന്നവരെയും കേട്ടു. ഇനി രാഹുലിനെ കേൾക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നാണ് അഭിമുഖത്തെ പറ്റി അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഈ അഭിമുഖത്തിൽ നിന്നും പതിവ് പോലെ ഒരു ചുവട് പിന്നോട്ടില്ലെന്ന നിലപാടാണ് രാഹുൽ ആവർത്തിക്കുന്നത്. താൻ തന്നെ നിരപരാധിത്വം തെളിയിക്ക് ഒളിച്ചോടാനൊന്നും തയ്യാറല്ല എന്ന രാഹുലിന്റെ പതിവ് ശൈലിയാണ് ഇവിടെ അദ്ദേഹം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻനിര ചാനലുകളിൽ ഒന്നിനെ തന്റെ ന്യായങ്ങൾ പുറംലോകത്തെത്തിക്കാനായി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്കാരായ സ്ത്രീകൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് പൊതുജനങ്ങളിൽ കുറച്ചുപേരെയെങ്കിലും ബോധിപ്പിക്കാൻ സാധിച്ചാൽ അത് തന്നെ വലിയൊരു വിജയം എന്നതാണ് ഇത്തരത്തിലൊരു അഭിമുഖം സംഘടിപ്പിച്ചതിന്റെ പിന്നിലെ പ്രധാന ലക്ഷ്യവും. പുറംലോകത്തെ പലരും കരുതുന്ന പോലെയല്ല സത്യങ്ങൾ പലതും മറിഞ്ഞിരിക്കുകയാണ് എന്ന് ഈ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പാലക്കാട് MLA ഉന്നയിക്കുന്ന ന്യായവാദങ്ങൾ സ്വാഭാവികമായും സ്വന്തം പ്രതിരോധം ലക്ഷ്യം വെക്കുന്നത് തന്നെയാവും. പക്ഷെ ഈ ന്യായീകരണങ്ങളെ മറുചോദ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സിമ്പിൾ സംശയങ്ങൾ കൊണ്ടെങ്കിലും കൗണ്ടർ ചെയ്യാൻ അഭിമുഖം നടത്തിയ ആൾ തയ്യാറായില്ല എന്നതാണ് ഉയരുന്ന ഒരു പ്രധാന ആക്ഷേപം. ഒരു സംഭവം കേൾക്കുമ്പോൾ നമ്മളിൽ എല്ലാവരിലും ചില സംശയങ്ങൾ ഉണ്ടാകുമല്ലോ.
ഇത്ര വലിയൊരു പരാതിയുടെ കാര്യമാകുമ്പോൾ ചോദിക്കാനായി നിരവധി മറു ചോദ്യങ്ങളും ഉണ്ടാവും. അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഈ അഭിമുഖത്തെ ഇത്രത്തോളം വിമർശിക്കാൻ ഇടയാക്കിയിട്ടുള്ളതും. പാലക്കാട് MLAക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം നൽകി എന്നാണെങ്കിലും ചോദിക്കാനുള്ളത് എന്തേ ചോദിക്കാതെ പോയത് എന്നതാണ് മറുചോദ്യം. രണ്ടുപേർക്കിടയിൽ നടക്കുന്ന ആശയവിനിമയം അഭിമുഖം എന്ന പേരിൽ പുറത്തു വരുമ്പോൾ അഭിമുഖം നടത്തുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ അഭിമുഖത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളിനെ സ്വയം ന്യായീകരിക്കാനുള്ള അവസരങ്ങളുടെ ധാരാളിത്തമുള്ളപ്പോൾ തന്നെ അതിജീവിത മാർഗം ഈ പ്ലാറ്റ്ഫോമിൽ സാന്നിധ്യമില്ലാത്തവരാണ് അഭിമുഖം നടത്തുന്ന വ്യക്തി. അതിനാൽ തന്നെ അവർ ഉന്നയിച്ച രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പെരുമാറ്റങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നെങ്കിൽ ഈ അഭിമുഖം ഇത്രത്തോളം വിമർശിക്കപ്പെടുമായിരുന്നുമില്ല. എല്ലാം ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്ന ന്യായവാദങ്ങൾ ഫലിക്കാതെ പോകുന്ന പല ഗുരുതരമായ ചെയ്തികളെ പറ്റിയുള്ള പരാതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇതെല്ലാം പ്രസക്തവുമാണ്. തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായി രാഹുൽ തിരഞ്ഞെടുത്തത് സോഷ്യൽ മീഡിയ അല്ല, ഒരു ടെലിവിഷൻ ചാനലിനെയാണ്. മുഖ്യധാരാ മാധ്യമത്തിന്റെ ആധികാരികതയും ഒരു ഘടകം തന്നെയാണ്. സ്ത്രീ പീഡനം പോലുള്ള ചില പ്രത്യേക വിഷയങ്ങൾ ആരോപണ വിധേയരാകുന്ന വ്യക്തികൾക്ക് ന്യായീകരണത്തിനുള്ള സാധ്യതകൾ അനുവദിച്ചു കൊടുക്കുന്നതിൽ പൊതുവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ വിമുഖത കാട്ടുന്നതിന് പിന്നിലും അവർ ഭാവിയിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന കടുത്ത വിമർശനം, എത്തിക്സിനെ പറ്റി ഉയർന്നു വന്നേക്കാവുന്ന ചോദ്യങ്ങൾ എന്നിവയൊക്കെ ഒരു കാരണങ്ങൾ തന്നെയാണ്. പോയ തലമുറകൾ മുറുകെ പിടിച്ച മൂല്യബോധമൊന്നും ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൽ ഇല്ല എങ്കിൽ പോലും ഇപ്പോഴും പഴയ കാലത്തിന്റെ ചെറിയ ചില നീതിബോധങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഇത്തരം നീതിബോധമാണ് ഈ അഭിമുഖത്തിലൂടെ 24 ന്യൂസ് നഷ്ടപ്പെടുത്തിയത് എന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിന്റെ അഭിമുഖം വലിയൊരു തെറ്റാണെന്ന് ആരും പറയുമായിരുന്നില്ല. കുറഞ്ഞപക്ഷം സ്വയം ന്യായീകരിക്കാനായി MLAക്ക് ആവോളം സമയം അനുവദിച്ചതുപോലെ ന്യായമായ മറുചോദ്യങ്ങൾ കുറച്ചെങ്കിലും തിരിച്ചും ചോദിച്ചിരുന്നെങ്കിൽ, അതിസമർത്ഥമായ ഒഴിഞ്ഞുമാറലുകളെ എടുത്തു കാട്ടിയിരുന്നെങ്കിൽ 24 ന്യൂസിന് ഇത്രത്തോളം ആക്ഷേപം കേൾക്കേണ്ടി വരുമായിരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം വളരെ സെൻസിറ്റീവാണ്, ജാഗ്രത കുറവ് പാടില്ല എന്നതെല്ലാം ചാനൽ പോരിനിടയിലാണെങ്കിൽ പോലും മറന്നു പോകാനും പാടില്ലായിരുന്നു.